അതിർത്തി കടന്നുള്ള പാക് ഷെല്ലാക്രമണത്തിലെ സിവിലിയൻ കാഷ്വാലിറ്റിയുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്. 13 പേർ പൂഞ്ചിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 59 പേർക്കാണ് പരിക്ക്. അതിൽ 44 പേരും പൂഞ്ചാണ്. പൂഞ്ച് ആണ് അതീവ ഭീകരമായിട്ടുള്ള അവരുടെ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ മേഖല പൂഞ്ചാണെന്ന് കൃത്യമായി തന്നെ പറയാം. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ആ ഷെല്ലാക്രമണത്തിനൊരു അയവുണ്ട്. അത് ഇന്ത്യൻ സേന പാക് മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെ കൊടുത്ത അതിശക്തമായ മറുപടി കൊണ്ടുകൂടിയാണ്. വെറുതെ അവരടങ്ങുന്നതല്ല. അത് പക്ഷേ അടങ്ങിയതാണോ അതോ വീണ്ടും ഉപദ്രവിക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. കുപ്വാരയിലാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങടിയുള്ളത്. ബൽറാം, അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിന് ഇന്ന് രാവിലത്തെ സാഹചര്യം എന്താണ്? അതിർത്തി മേഖലയുടെ സാഹചര്യം പൊതുവെ ഇന്ന് എങ്ങനെയാണ് ബൽറാം? ഹാഷ്മി, അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് ഇന്ന് ഒരു പരിധിവരെ കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും 4 ഇടങ്ങളിൽ ഇന്ത്യയിലെ ജനവാസ മേഖലയ്ക്ക് നേരെ ഇന്നും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഇന്ന് പുലർച്ചെയും അർദ്ധരാത്രിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഈ ആക്രമണം ഗ്രാമവാസികളുടെ സാധാരണക്കാരുടെ വീടുകൾക്ക് നേരെ ഉണ്ടാകുന്നത്. ഇന്ന് അക്നൂർ, കുപ്വാര, ഉറി, ബാരാമുള്ള എന്നീ 4 ഇടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇന്നലെയാണ് അതിരൂക്ഷമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്ക് നേരെ അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം ആരംഭിക്കുകയായിരുന്നു. അതിമാരക പ്രഹരശേഷിയുള്ള ഷെല്ലുകളാണ് ഗ്രാമത്തിലെ വീടുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത്. നിരവധി വീടുകൾ തകർന്നു പോകുന്നു, കത്തിപ്പോകുന്നതുമായ സാഹചര്യങ്ങൾക്ക് ഇത് ഇടയാക്കി. വീടുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സാധാരണക്കാരാണ് പാകിസ്ഥാന്റെ ഈ ഒരു ആക്രമണത്തിലൂടെ വലഞ്ഞത്. ഈ ആക്രമണ ഭീഷണിയെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ മേഖലയിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും ഗ്രാമവാസികളെയും പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നു. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജനങ്ങളെ. പൂഞ്ചിൽ മാത്രം ഇന്നലെ നടന്ന ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ 59 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 44 പേരും ഈ പൂഞ്ച് മേഖലയിൽ നിന്നുള്ളവരാണ്. മറ്റ് മേഖലകളിൽ നിന്ന് ഉറി, ബാരാമുള്ള അടക്കമുള്ള ഇടങ്ങളിലുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള പ്രദേശത്ത് കുപ്വാര മേഖലയിൽ ഇന്നലെ രാത്രിയും ആക്രമണം ഉണ്ടാവുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ മേഖലയിൽ നിന്നുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അക്നൂർ മേഖലയിൽ സുരക്ഷാ സേനയുടെ മറ്റൊരു പരിശോധന കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റിടങ്ങളിലും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ മറുപടി നൽകാൻ സൈന്യം തയ്യാറാണ്. ഇന്നലെ ആക്രമണമുണ്ടായ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ അതിർത്തിയിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലും കൂടുതലായി സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. BSFനെയും CRPFന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഈ മേഖലയിൽ വിന്യസിച്ച് രാത്രി പട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ അതിർത്തി ഗ്രാമങ്ങൾക്ക് സമീപമുള്ള നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ രാത്രി 7 മണി മുതൽ കൃത്യമായി തന്നെ സുരക്ഷാ സേന ഇടപെട്ട് ബ്ലാക്ക് ഔട്ട് ലൈറ്റുകൾ ഉൾപ്പെടെ ഓഫ് ചെയ്യുന്ന നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയവും പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായേക്കും എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ അതിർത്തിയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ആക്രമിച്ച് നിരായുധരായ നിഷ്കളങ്കരായ ജനങ്ങളെ ആക്രമിച്ച് മരണസംഖ്യ ഉയർത്തിക്കാണിക്കാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് നിഗമനം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ശക്തമായി ചെറുക്കാൻ സൈന്യം തയ്യാറായിരിക്കുന്നു. ഇന്നലെ തന്നെ അർദ്ധരാത്രി 2 മണി മുതൽ ആരംഭിച്ച ഷെല്ലാക്രമണം ഇന്നലെ നേരം വെളുത്ത ശേഷം ഏതാണ്ട് 11 മണിവരെ പൂഞ്ചിൽ തുടർന്നിരുന്നു. തുടർന്ന് ഇന്ത്യൻ സൈന്യം പാക് പോസ്റ്റുകൾക്ക് നേരെ തിരിച്ചടിച്ചതോടെയാണ് പാകിസ്ഥാൻ താൽക്കാലികമായി പിൻവാങ്ങിയത്. പൂഞ്ചിൽ ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റിടങ്ങളിലും ശക്തമായ തിരിച്ചടി തന്നെ സൈന്യം നൽകിയിട്ടുണ്ട്. ഉചിതമായ തിരിച്ചടി നൽകാനുള്ള സ്വാതന്ത്ര്യം അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈന്യത്തിന് സൈനിക നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് ഉചിതമായ സമയത്ത് തക്കതായ കൃത്യമായ മറുപടി തന്നെ നൽകും എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ത്യൻ സൈന്യം. ഹാഷ്മി, ബൽറാം, ബഗ്ലിഹാറിലെ 2 അണക്കെട്ട് വാതിൽ കൂടെ തുറന്നിട്ടുണ്ട്. നമ്മൾ അന്ന് പോയ ജലം നദിക്കര മേഖലയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ചില എക്സ്പോസ്റ്റുകൾ പ്രകാരം അവിടെ പാകിസ്ഥാൻ്റെ ചില മേഖലകളിൽ ഫ്ലാഷ് ഫ്ലഡ് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ബൽറാം, ഉറി മേഖലയിലുള്ള ജലം നദിക്കരയിൽ നോക്കാൻ പറ്റിയോ?
ഹഷ്മി, ഞാനിന്നുള്ളത് ബാരാമുള്ള ജില്ലയിൽ തന്നെയാണ്. ബാരാമുള്ള ജില്ലയുടെ മറുവശത്തായിരുന്നു രാവിലെ നമ്മൾ യാത്ര ചെയ്തത്. ഉറി മേഖല ബാരാമുള്ള നഗരത്തിലൂടെ അല്പം കൂടി മുന്നോട്ട് പോയ ശേഷമാണ്. അതേസമയം ഇന്നലെ നമ്മൾ ഉറിയിലുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, കുത്തി ഒഴുകുന്ന സാഹചര്യം ഉണ്ട്. ഈ സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയ ഒരു പശ്ചാത്തലം തന്നെ ഇതാണ്. പാകിസ്ഥാന് ഈ ജലനിരപ്പ് സംബന്ധിച്ചോ ഡാമുകൾ തുറന്നുവിടുന്നതോ അടയ്ക്കുന്നതോ സംബന്ധിച്ചോ യാതൊരു ആശയവിനിമയവും നടത്താൻ അറിയിപ്പോ നൽകാൻ ഇന്ത്യക്ക് ഇനിമേൽ ബാധ്യതയില്ല. ഈ ഒരു സാഹചര്യം കൃത്യമായി തന്നെ പാകിസ്ഥാനെതിരെ ഒരു ആയുധമായി തന്നെ ഇന്ത്യ പ്രയോഗിക്കുന്നു. ജലം ഇന്ത്യയുടെ സൗകര്യത്തിനനുസരിച്ച് അടയ്ക്കുന്നു, തുറക്കുന്നു. ഇത് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ജലം ഒപ്പം തന്നെ ചെനാബ് എന്നീ രണ്ട് നദികളിലും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രളയ മുന്നറിയിപ്പ് ഈ നദിക്കരകളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തുകയാണ് ഈ മേഖലയിൽ. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഷെല്ലുകൾ ഉപയോഗിച്ച് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യയിലെ നദികൾ, ഇന്ത്യയിലൂടെ ഒഴുകിപ്പോകുന്ന നദികൾ കൃത്യമായി അത് പ്രയോജനപ്പെടുത്തുന്നു. ഈ ഒരു അവസരത്തിൽ ഇത്തവണ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ആദ്യ തന്ത്രപരമായ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ നയതന്ത്ര യുദ്ധ നടപടിയായിരുന്നു ഈ സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറൽ. അത് കൃത്യമായി തന്നെ ആദ്യ ദിവസങ്ങളിൽ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലം കാണുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഹഷ്മി, നമ്മൾ ഒരിക്കൽ ജലം നദിക്കരയിൽ പോയി നോക്കിയതാണ്. അവിടുത്തെ ജലനിരപ്പ് അവിടെ നിന്ന് പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞതുമാണ്. ഇതിപ്പോൾ ബൽറാം നിൽക്കുന്നത് അതിൻ്റെ ബാരാമുള്ളയിൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്തായാലും ഉറപ്പായും അവിടെ ജലനിരപ്പ് നോക്കിയാൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ടാകണം. ബഗ്ലിഹാറിലെ 2 ഡാം വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അത് പാകിസ്ഥാനിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരിക്കൽ കൂടി അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ, അവിടെ ഒരു വരൾച്ച ഉണ്ടാവാൻ നമുക്കിവിടെ നിയന്ത്രിച്ചാൽ കാര്യങ്ങൾ സാധിക്കും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ നല്ല കാര്യം.